ഏവർക്കും ടീച്ചർ അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകളായി കാത്തിരിക്കുന്ന ലാംഗ്വേജ് DLEDന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ. നിലവിൽ ഹിന്ദി, ഉറുദു, സംസ്കൃതം എന്നീ 3 ഭാഷകളുടെ റാങ്ക് ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അറബിക് ലാംഗ്വേജ് DLEDന്റെ റാങ്ക് ലിസ്റ്റ് അടുത്ത ആഴ്ച പബ്ലിഷ് ചെയ്യുന്നതാണ്. അറബിക് ലാംഗ്വേജ് DLEDന്റെയും പ്രൊസീജിയർ സെയിം ആണ്. അതുകൊണ്ട് അറബിക് ലാംഗ്വേജ് DLEDന് അപേക്ഷ കൊടുത്തവരും ഈ വീഡിയോ ഒന്ന് കാണുക. അഡ്മിഷൻ പ്രൊസീജിയർ സെയിം ആയതുകൊണ്ട് തന്നെ അതിന്റെ ഡീറ്റെയിൽസും ഇതിനകത്ത് തന്നെ വിശദീകരിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ജനറൽ DLED പോലെ ലാംഗ്വേജ് DLEDന് ഓരോ ജില്ലയെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. സംസ്ഥാന വ്യാപകമായിട്ട് ഒറ്റ റാങ്ക് ലിസ്റ്റ് മാത്രമാണ് പബ്ലിഷ് ചെയ്യുക. ഹിന്ദിക്ക് ഒരു റാങ്ക് ലിസ്റ്റ്, ഉറുദുവിന് ഒരു റാങ്ക് ലിസ്റ്റ്, സംസ്കൃതത്തിന് ഒരു റാങ്ക് ലിസ്റ്റ്, അറബിക്കിന് റാങ്ക് ലിസ്റ്റ് എന്നിങ്ങനെയാണ് ലാംഗ്വേജ് DLEDന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് ഹിന്ദി ലാംഗ്വേജ് DLEDുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഹിന്ദി ലാംഗ്വേജ് DLED എന്ന കേസിൽ കേരളത്തിൽ ഗവൺമെന്റ് കോളേജുകളും അതേപോലെ സെൽഫ് ഫിനാൻസ് കോളേജുകളും ഉണ്ട്. ആദ്യം നമുക്ക് ഗവൺമെന്റ് കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. കേരളത്തിൽ 2 ഗവൺമെന്റ് കോളേജുകളാണ് ഹിന്ദി ലാംഗ്വേജിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിലൊന്ന് തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരത്തും മറ്റൊന്ന് തിരുവനന്തപുരം ജില്ലയിലുമാണ്. തൃശ്ശൂരിൽ 100 സീറ്റ്, അതേപോലെ തിരുവനന്തപുരത്ത് 100 സീറ്റ് എന്നിങ്ങനെ 200 സീറ്റാണ് കേരളത്തിലാകെ ലാംഗ്വേജ് DLED ഹിന്ദിക്ക് ഗവൺമെന്റ് സീറ്റ് ഉള്ളത്. ആ 200 സീറ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷ നൽകിയിരിക്കുന്നത്. ആ അപേക്ഷ പരിഗണിച്ച് മാർക്ക് അടിസ്ഥാനത്തിലും അതേപോലെ റിസർവേഷൻ അടിസ്ഥാനത്തിലും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഹിന്ദി ലാംഗ്വേജ് DLEDന്റെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാം. നിലവിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരത്തുള്ള ഹിന്ദി DLED കോളേജിൽ അഡ്മിഷൻ ലഭിച്ച കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ്. ഇത്രയും കുട്ടികൾക്കാണ് തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരത്തുള്ള ഹിന്ദി DLED കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. 100 സീറ്റുകൾ ഉണ്ടെങ്കിൽ 68 സീറ്റിൽ മാത്രമാണ് കുട്ടികൾ ഫില്ലായിട്ടുള്ളത്. ഏകദേശം 32 കുട്ടികളുടെ കുറവ് തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരത്തുള്ള DLED കോളേജിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്പോട്ട് അഡ്മിഷൻ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഹിന്ദി DLED പഠിക്കാൻ താല്പര്യമുണ്ടായിട്ടും അപേക്ഷ കൊടുക്കാൻ പറ്റാതിരുന്നവർക്ക് അതൊരു അവസരമായിരിക്കും. ഹിന്ദി DLEDന് ഈ വർഷവും അപേക്ഷ കൊടുത്ത എല്ലാവരെയും എടുത്തു എന്ന് തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റിനകത്ത് മനസ്സിലാക്കാം. ഹിന്ദി ലാംഗ്വേജ് DLEDന് മറ്റൊരു ഗവൺമെന്റ് കോളേജ് ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ അഡ്മിഷൻ നേടിയ കുട്ടികളുടെ വിവരങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരം ജില്ലയിലും 100 സീറ്റുകൾ ഉണ്ടെങ്കിലും ആകെ 40 സീറ്റുകൾ മാത്രമേ ഫില്ലായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ സ്പോട്ട് അഡ്മിഷൻ നടക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്നും ഹിന്ദി ലാംഗ്വേജ് DLEDന് അപേക്ഷ കൊടുത്തിരുന്നെങ്കിൽ എന്തായാലും കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ വർഷങ്ങളിൽ ഇതേപോലെ തന്നെ അപേക്ഷ കൊടുത്ത എല്ലാവരെയും എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അപേക്ഷ കൊടുത്ത എല്ലാവരെയും എടുത്തിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിനകത്ത് വന്നവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്ത സെക്ഷനിൽ പറയാം. ഇനി നമുക്ക് അടുത്തായിട്ട് ഉറുദു ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഉറുദുവിനും കേരളത്തിൽ 2 കോളേജുകളാണുള്ളത്. ഒന്ന് മലപ്പുറം ജില്ലയിലും ഒന്ന് കോഴിക്കോട് ജില്ലയിലുമാണ്. മലപ്പുറം ജില്ലയിൽ 50 സീറ്റ്, കോഴിക്കോട് ജില്ലയിൽ 50 സീറ്റ് എന്നിങ്ങനെ കേരളത്തിൽ ആകെ 100 സീറ്റാണ് ഉറുദു ലാംഗ്വേജ് DLEDനുള്ളത്. ഇനി നമുക്ക് ഉറുദു ലാംഗ്വേജ് DLEDന്റെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാം. ഗവൺമെന്റ് TTI ഫോർ വുമണിലാണ് ഉറുദു ലാംഗ്വേജ് DLEDന് ക്ലാസ്സുകൾ നടക്കുന്നത്. നിലവിൽ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് ലാംഗ്വേജ് DLED ഉറുദുവിന്റെ റാങ്ക് ലിസ്റ്റ് ആണ്. 50 സീറ്റുകൾ കോഴിക്കോട് വുമൺസ് കോളേജിലുണ്ടെങ്കിലും 33 സീറ്റുകൾ മാത്രമാണ് ഫില്ലായിട്ടുള്ളത്. ബാക്കിയുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടക്കാൻ സാധ്യതയുണ്ട്. ലാംഗ്വേജ് DLEDന്റെ കേസിൽ അവിടെ വുമൺസ് മാത്രമല്ല മിക്സഡ് ആണ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവാറുണ്ട്. ഉറുദു ലാംഗ്വേജ് DLED മറ്റൊരു കോളേജ് ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ 50 സീറ്റാണുള്ളത്. 50 സീറ്റും ഈ പ്രാവശ്യം ഫില്ലായിട്ടുണ്ട്. അഥവാ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു കുട്ടി മലപ്പുറം ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ആകണമെങ്കിൽ മ്യൂച്വൽ ട്രാൻസ്ഫർ മാത്രമേ നടക്കുള്ളൂ. അതായത് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു കുട്ടി കോഴിക്കോടേക്ക് വരാനും കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു കുട്ടി മലപ്പുറം ജില്ലയിലേക്ക് പോകാനും ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫർ കിട്ടാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ എന്തെങ്കിലും കാരണവശാൽ കോഴ്സ് നിർത്തുകയാണെങ്കിലും ആ ഒരു സീറ്റിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതാണ്. ഉറുദുവിന്റെ കേസിലാണെങ്കിൽ അപേക്ഷ കൊടുത്ത എല്ലാവർക്കും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ സീറ്റ് ഫില്ലായെങ്കിലും കോഴിക്കോട് ഇനിയും ഒഴിവുകളുണ്ട്. ഉറുദുവിന് അപേക്ഷ കൊടുത്തിരുന്നെങ്കിലും അഡ്മിഷൻ എല്ലാവർക്കും ലഭിച്ചേനെ. ഇനി നമുക്ക് സംസ്കൃതത്തിന്റെ കേസ് നോക്കാം. സംസ്കൃതത്തിനാകെ ഒറ്റ ഗവൺമെന്റ് കോളേജ് മാത്രമേ കേരളത്തിലുള്ളൂ. അത് കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ്. 50 സീറ്റുകളാണ് വടകരയിലുള്ളത്. നമുക്ക് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാം. വടകരയിൽ 50 സീറ്റുകൾ ഉണ്ടെങ്കിലും 25 സീറ്റുകൾ മാത്രമാണ് ഫില്ലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിന് സ്പോട്ട് അലോട്ട്മെന്റ് പ്രതീക്ഷിക്കാം.
സംസ്കൃതത്തിനും അപേക്ഷ കൊടുത്ത എല്ലാവർക്കും അഡ്മിഷൻ കിട്ടിയേനെ. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കൂട്ടത്തിലെ കൊമ്പനെ പറ്റിയിട്ടാണ്. ഏറ്റവും കൂടുതൽ അപേക്ഷകർ എല്ലാ വർഷവും ഉണ്ടാകുന്ന അറബിക്കിനാണ്. വർഷവും ആ പതിവ് തെറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് DG ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അറിയാൻ കഴിഞ്ഞത്. അപേക്ഷകർ കൂടിയത് കൊണ്ടാണ് അറബിക്കിന്റെ റാങ്ക് ലിസ്റ്റ് വൈകുന്നത് എന്നാണ് അവർ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഹിന്ദി, ഉറുദു, സംസ്കൃതം പോലെ അറബിക് ലാംഗ്വേജിന് അപേക്ഷ കൊടുത്ത എല്ലാവർക്കും ഏതെങ്കിലും ജില്ലയിൽ അഡ്മിഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. കഴിഞ്ഞ വർഷം അങ്ങനെ കാത്തിരുന്ന് ഒടുവിൽ അഡ്മിഷൻ നേടാതെ പോയ ഒത്തിരി കുട്ടികളുണ്ട്. അറബിക് ലാംഗ്വേജിന് 3 കോളേജുകളാണ് കേരളത്തിലുള്ളത്. ഒന്ന് കൊല്ലം ജില്ലയിൽ, ഒന്ന് മലപ്പുറം ജില്ലയിൽ, ഒന്ന് കോഴിക്കോട് ജില്ലയിൽ എന്നിങ്ങനെ 3 കോളേജുകൾ. 3 കോളേജുകളിലുമായി 150 സീറ്റുകളാണുള്ളത്. ഈ 150 സീറ്റിന് 500-ന് മേലെ അപേക്ഷകർ ഓരോ വർഷവും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുന്ന ഒരു സാഹചര്യം അറബിക്കിന്റെ കേസിൽ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. അറബിക്കിനും ഇതേപോലെ തന്നെ 3 സെപ്പറേറ്റ് ആയിട്ടുള്ള ലിസ്റ്റ് തന്നെ വരും. കോഴിക്കോടിന് ഒരു ലിസ്റ്റ്, മലപ്പുറത്തിന് ലിസ്റ്റ്, കൊല്ലത്തിന് ലിസ്റ്റ് എന്നുള്ള രീതിയിലാണ് വരിക. നിങ്ങൾ ചിലപ്പോൾ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ് അവർ കോളേജ് സെലക്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടികൾക്ക് അവർ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത കോളേജിൽ തന്നെ കിട്ടും. മാർക്ക് കുറയുന്നതിനനുസരിച്ചിട്ട് അവർ സെക്കൻഡ് പ്രയോറിറ്റി കൊടുത്ത കോളേജ്, തേർഡ് പ്രയോറിറ്റി കൊടുത്ത കോളേജ് എന്നിങ്ങനെ മാറും. നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടിയെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ദൂരെയുള്ള കോളേജിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അഥവാ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ പിന്നീട് നിങ്ങൾക്കൊരു അവസരം ലഭിക്കില്ല. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ ട്രാൻസ്ഫർ നോക്കുന്നത് അവിടെ ഒഴിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിൽ ട്രാൻസ്ഫർ നൽകുന്നതാണ്. അതുകൂടാതെ മ്യൂച്വൽ ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. മ്യൂച്വൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പഠിക്കുന്ന ഒരാളാണ്, നിങ്ങൾ കൊല്ലം ജില്ലയിലേക്ക് മാറണം. അതേപോലെ കൊല്ലം ജില്ലയിൽ പഠിക്കുന്ന ഒരാൾക്ക് കോഴിക്കോട് ജില്ലയിലേക്ക് മാറണമെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്താൽ മാത്രമേ പറ്റുള്ളൂ. ഇനി നമുക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് റാങ്ക് ലിസ്റ്റിനകത്ത് വന്നാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടവർ നിങ്ങൾക്ക് ഏത് സ്ഥാപനത്തിലാണോ അഡ്മിഷൻ ലഭിച്ചത് ആ സ്ഥാപനത്തിന് നേരിട്ടെത്തി ഒക്ടോബർ 7-ാം തീയതിക്കകം അഡ്മിഷൻ എടുക്കണം. അതായത് നിങ്ങളുടെ പേര് ഏത് സ്ഥാപനത്തിന്റെ താഴെയാണോ വന്നിട്ടുള്ളത് ആ സ്ഥാപനത്തിൽ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കണം. കൃത്യമായി അവർ പറയുന്ന ദിവസത്തിനുള്ളിൽ തന്നെ ചെന്ന് അഡ്മിഷൻ എടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആവും. ഇപ്പോൾ നിലവിൽ ഹിന്ദി, ഉറുദു, സംസ്കൃതം എന്നിവയ്ക്ക് അഡ്മിഷൻ എടുക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 7-ആണ്. അറബിക്കിന്റെ റാങ്ക് ലിസ്റ്റ് വരാത്തത് കൊണ്ട് കൃത്യമായിട്ട് എപ്പോഴാണ് എന്നുള്ളത് പറയാൻ കഴിയില്ല. അത് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ കമന്റ് ബോക്സിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത് നോക്കാം. ജനറൽ, DLED പോലെ തന്നെ SSLC, +2, TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമാണ്. ഇവയുടെ ഒറിജിനലാണ് ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ടത്. ലാംഗ്വേജ് DLEDന്റെ കേസിൽ ഇന്റർവ്യൂ ഒരു ദിവസം, അഡ്മിഷൻ മറ്റൊരു ദിവസം എന്നുള്ള രീതിയിലല്ല. നമ്മൾ ഇന്റർവ്യൂ നടക്കുന്ന ദിവസം തന്നെ നമ്മൾ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സർട്ടിഫിക്കറ്റ് ഒറിജിനലുമായിട്ടാണ് ഇന്റർവ്യൂവിന് പോകേണ്ടത്. ലാംഗ്വേജ് DLEDന്റെ കേസിലാകുന്ന സമയത്ത് എല്ലാവരും ചിലപ്പോൾ +2-ൽ ആ സബ്ജക്ട് പഠിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റു യോഗ്യതകൾ പ്രകാരമാണ് നിങ്ങൾ ലാംഗ്വേജ് DLED അപേക്ഷിച്ചതെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമായി ഹാജരാക്കണം. നിങ്ങൾ ഡിഗ്രി ബേസ് ആണ് ഈ ഒരു അപേക്ഷ കൊടുത്തതെങ്കിൽ, അതായത് BA ഹിന്ദി, BA ഉറുദു, BA സംസ്കൃതം ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ലാംഗ്വേജ് DLED അപേക്ഷ കൊടുത്തതെങ്കിൽ അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതായത് ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൂടെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. +2 അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ അപേക്ഷിച്ചതെങ്കിൽ +2ന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും. അഥവാ നിങ്ങൾ +2ന് തത്തുല്യമായിട്ടുള്ള മറ്റ് യോഗ്യതകളാണ് നേടിയതെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. എന്തെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. NCC, NSS, രാജ്യ പുരസ്കാർ എന്നിവയുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കണം. അതേപോലെ അഡ്മിഷൻ സമയത്ത് അഡ്മിഷൻ ഫീസ് നിങ്ങൾ കോളേജിൽ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം 500 രൂപ മുതൽ 1000 രൂപ വരെയാണ് അഡ്മിഷൻ ഫീസായിട്ട് വാങ്ങാറുള്ളത്. അഡ്മിഷൻ ഫീസ് അതേപോലെ PTA ഫണ്ട് തുടങ്ങിയവ അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അതുകൂടാതെ യൂണിഫോമിന്റെ പൈസ സെപ്പറേറ്റ് ആയിട്ട് വരാറുണ്ട്. നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റിനെയും ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി എടുത്ത് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ഇത്രയും കാര്യങ്ങളാണ് ലാംഗ്വേജ് DLEDന്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി നൽകുന്നതാണ്.